ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി വ്ലോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ നമ്മുടെ ഒരു ദിവസം ഇന്ന് തുടങ്ങണേണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയേക്കണ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പിന്നെ അത് കൂടാണ്ട് കുറച്ച് താരൻ്റെ ഒരു ടിപ്സ് ഞാൻ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നല്ല ടിപ്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ഗോതമ്പ് ദോശയാണ്. അപ്പോൾ പുട്ടും പഴവും ഉണ്ട്, ഗോതമ്പ് ദോശ, ചിക്കനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ രാവിലത്തെ വിഭവങ്ങൾ. ഉച്ചക്ക് നമുക്ക് കിട്ടിയേക്കണത് അയിലമീനാണ്, ചെറുത്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടും ഗോതമ്പ് ദോശയാണ്. പുട്ട് തിന്നാത്തവർക്ക് ഗോതമ്പ് ദോശ. അപ്പം പുട്ടും പഴമാണ്. ഗോതമ്പ് ദോശ ഇന്നലത്തെ ചിക്കനൊക്കെ ഇരിപ്പുണ്ട്. അപ്പം അത് ബാക്കിയുള്ളവർക്കൊക്കെ പുട്ടും പഴവും. വെയിലുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ മേല, അതുപോലെ വെയില്. അപ്പം ഇന്ന് ഞാൻ ഒരു താരൻ്റെ ഒരു ടിപ്സും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലോട്ട്. അത് നല്ല ഇതാണ്. ഞാനൊരു മാസം ഇട്ട് നോക്കിയതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ നോക്കണം, എന്നാലാണ്. അപ്പം ഞാൻ അത് ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് കാണണം കേട്ടാ. അതായത് ഒരു മാസത്തിൽ ഞാനപ്പം 8 പ്രാവശ്യം ഇട്ട്. അപ്പം ഇന്ന് ഞാനിപ്പോൾ അപ്പം എൻ്റെ കഴിഞ്ഞ ദിവസം പിള്ളേരൊക്കെ നോക്കിയിട്ട് ഈ പൊട്ടും താരുന്നില്ല, അതുപോലെ തല ക്ലീനായി. ആ ചൊറിച്ചിലേ ഇല്ല എനിക്കിപ്പം. പണ്ട് എനിക്ക് എപ്പോഴും തല ചൊറിഞ്ഞ് നമ്മുടെ ഈ സ്കാൽപ്പില്ലേ അത് പൊട്ടുമായിരുന്നു. അത്രയ്ക്ക് ചൊറിച്ചിലാണ്. എന്താ പറയണ, ഈ ഫ്ലേക്സ് പോലെ ഈ താരം ഇങ്ങനെ കൂടിയിട്ടേ നമുക്കിങ്ങനെ പൊടിയൊന്നുമല്ല, ഇങ്ങനെ പൊളിഞ്ഞു പോരും. അതുപോലെ താരനായിരുന്നു എനിക്ക്. അപ്പം ഇത് അപ്പം ഞാൻ ഒരു മാസമായിട്ട് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 2 പ്രാവശ്യം വെച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നിപ്പോൾ ചെയ്തപ്പം ഞാനത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിലിട്ടിട്ടുണ്ട്. അപ്പം എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യണം. നല്ല റിസൾട്ടാണ്. തല നല്ല കൂളാവും നമുക്ക് അതിട്ട് കഴിയുമ്പോൾ. അപ്പം ഞാൻ എന്നാ ഇടണേന്ന് വെച്ചാൽ അന്ന് കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പം ഞാനിപ്പം ഇന്നിട്ട് അപ്പം അത് നിങ്ങൾക്ക് കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും വിഷുവൊക്കെ ആയില്ലേ? എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പം ഞങ്ങളുടെ അങ്ങോട്ടൊക്കെ എറണാകുളത്തൊക്കെ വിഷുവിന് നോണാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇങ്ങനെ വെജല്ല, അവിടെ എല്ലാവർക്കും ഞങ്ങൾക്ക് നോണാണ് വിഷുവിന്. ഓണത്തിന് വെജാണ്, പക്ഷേ വിഷുവിന് എല്ലാ വിഷുവിനും നോണ. അപ്പം ഇവിടെ എല്ലാവർക്കും അതിശയമാണ് ഞാൻ പറയുമ്പോൾ. അപ്പം ഇന്ന് നമുക്ക് കിട്ടിയേക്കുന്നത് അയിലയാണ്. അപ്പം അതൊക്കെ കറി വെക്കണം. പിന്നെ നമുക്ക് വിഷുവിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്.
ക്ലീനിങ് ഇന്നലെ തുടക്കലൊക്കെ കഴിഞ്ഞു, എന്നാലും ഇന്ന് ജസ്റ്റ് ഒന്നും കൂടിയൊക്കെ തുടക്കണം. അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇത് ചുട്ടിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ കടുക് പൊട്ടിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും സവാളയും പച്ചമുളക് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടച്ച് കുറച്ച് നേരം അത് വേവിക്കാമേ. അപ്പം നമ്മൾ ഒരു അയിലക്കറിയാണ് വെക്കണം. അപ്പം ഞാൻ വെറുതെ തേങ്ങയും മുളകും മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് പെരിഞ്ചീരകവും കൂടി അരച്ചേക്കണം. എന്നിട്ട് ഇതേ പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്, ഇച്ചിരി വേപ്പില ഇട്ട് കൊടുത്ത്, പിന്നെ കുറച്ച് ഇഞ്ചി, പിന്നെ പുളിയും ഉപ്പും. അധികം തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ, ഒരു 3 സ്പൂൺ ചെറിയ സ്പൂൺ തേങ്ങ അരച്ചിട്ടുള്ളൂ. തിളച്ചിട്ട് നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാമേ. അപ്പോൾ തിളച്ചിട്ടുണ്ട്, ഇനി നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാം. ചെറിയ ഇലയാണേ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഉള്ളി താളിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മൾ അയിലോട്ട് ഇത് താളിച്ചിടണേ. 2 ഉലുവയും കടുകും പിന്നെ ഉള്ളി, പിന്നെ ഞാൻ അയില വറക്കാനിടണ്ട്. നമുക്ക് ഇതിലോട്ടത് താളിച്ചിടേ. പിന്നെ നമുക്ക് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട്, അപ്പം ഞാൻ അതുകൊണ്ട് പിന്നെ ഇനി കുക്കിങ്ങിൽ നിൽക്കുന്നില്ല. നമുക്ക് നമ്മൾ താളിച്ച് വിട്ടിട്ടുണ്ട്. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ താരൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മാറാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ നമ്മൾ 2 ദിവസം ചെയ്യുകയും വേണം. അപ്പോൾ എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു ചെയ്തിട്ട്, എൻ്റെ ഭയങ്കര താരനായിരുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെ ഫ്ലേക്സ് പോലെ വരുമായിരുന്നു എൻ്റെ തലേന്ന്. അതായത് നമ്മൾ പൊടിയൊക്കെ താരൻ്റെ പൊടി കൂടി പിന്നെ അതിലും കട്ടയായിട്ട് വരില്ല, ആ ഒരു ഗതിയായിരുന്നു എനിക്ക്. പക്ഷേ ഞാൻ ആഴ്ചയിൽ 2 പ്രാവശ്യം ഇട്ടപ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് കുറഞ്ഞ്. അപ്പം ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല റിസൾട്ടാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പീസ് ഞാൻ കറ്റാർവാഴ എടുത്ത്, അത് ഞാൻ തലേ ദിവസം തന്നെ എടുത്ത് വെച്ചാണ് ഞാൻ, അതിൻ്റെ മഞ്ഞക്കറയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയിലോട്ട്
എടുത്തിടാം. ഇതിൻ്റെ ഈ പൾപ്പൊക്കെ എടുത്ത് നമുക്ക് ഇതിലോട്ടിടാം. മഞ്ഞക്കറ പോയില്ലെങ്കിൽ നമുക്ക് ചൊറിച്ചിലുണ്ടാവേ. അപ്പം ഞാൻ അത് എല്ലാം എടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ കറ്റാർ വാഴ. ഇനി നമുക്ക് അതിലോട്ട് ഇടേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു വിറ്റാമിൻ ഈ ക്യാപ്സൂളില്ലേ, അതിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യണത് ആ എണ്ണ, സാധാരണ കാച്ചിയ എണ്ണയാണ്. ഇപ്പം എൻ്റെ കാച്ചിയ എണ്ണ തീർന്ന കാരണം ഞാൻ 2 തുള്ളി നമ്മുടെ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഷാമ്പു ആണോ യൂസ് ചെയ്യുന്നത് ആ ഷാമ്പു എടുക്കണം. അപ്പം ഞാൻ ഈ ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഹെർബലിൻ്റെ ഒരു ഷാമ്പു ആണ്. അപ്പം നമ്മൾ അത് ഇതിൽ അത് കുറച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ടൊന്ന് അപ്പോൾ നമ്മളിത് ആഴ്ചയിൽ 2 തവണ ചെയ്താൽ മതി. പെട്ടെന്ന് നമ്മുടെ തലേന്ന് താരം മാറും. അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് 1 മാസം വരട്ടുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ടാണ്. അപ്പം ഞാനിത് ചെയ്തു, എനിക്ക് നല്ല ഇതുണ്ട്. അപ്പം ഞാൻ നല്ലതാണെങ്കിൽ നിങ്ങളെ കാണിച്ചാൽ മതിയല്ലോ, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ 1 മാസമായിട്ട് ഇടുന്നുണ്ടത്. അപ്പം നമുക്ക് തലയിലൊന്ന് അപ്ലൈ ചെയ്യാമേ. അങ്ങനെ നമ്മളെല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. പിന്നെ നമ്മൾ വെറുതെ തല വാഷ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് ഷാമ്പൂ ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 15 മിനിറ്റ് നിൽക്കുക. എന്നിട്ട് മുടി അങ്ങ് കെട്ടി വെച്ചാൽ മതി.
അപ്പോൾ സാധാരണ നമ്മൾ എന്തിടണമെങ്കിലും നമ്മൾ എണ്ണ അപ്ലൈ ചെയ്യുമല്ലോ അല്ലേ? അതിന് ഒന്നും വേണ്ട, എല്ലാം നമ്മൾ ഇതിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഇന്ന് തന്നെ ഹെൽപ്പ് ചെയ്ത് എൻ്റെ മോനാണ്. പുള്ളിക്ക് അങ്ങനെ ഒരു മടിയൊന്നുമില്ല ചെയ്തു തരാനായിട്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്തു തരും. അങ്ങനെ പുള്ളിക്ക് മടിയൊന്നുമില്ല. അപ്പം ഇന്ന് എനിക്ക് കുറേയൊക്കെ ജോലി ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ കുറച്ച് തിരക്കായിരുന്നു. അപ്പം ഞാൻ തുടച്ചു തരാമെന്ന് പറഞ്ഞ് വേഗം തുടക്കണേണ് എൻ്റെ ചക്കരക്കുട്ടി. ഞങ്ങളിതേ ചോറൊക്കെ കഴിക്കാൻ പോവാണേ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം.